ലൈവിൽ മോർണിംഗ് ആക്ടിവിറ്റി നടക്കുകയായിരുന്നു. അപ്പം അനുമോളാണ് ആക്ടിവിറ്റി പറയാനായിട്ട് എഴുന്നേറ്റത്. ഇന്നത്തെ ആക്ടിവിറ്റിയിൽ നമ്മൾ ഈ ബിഗ് ബോസ് ഹൗസിൽ ഒരുപാട് ഒറ്റപ്പെട്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പം മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് ആരെ വിളിക്കുമെന്നുള്ളതായിരുന്നു ടാസ്ക്. അനുമോൾ പറയാനായിട്ട് എഴുന്നേറ്റു. എന്നിട്ട് അവിടെ ചെന്ന് നിന്നതും അനുമോൾക്ക് പറയാൻ പറ്റുന്നില്ല. അനുമോൾ എഴുന്നേറ്റപ്പോൾ തന്നെ ആര്യം പറഞ്ഞുകൊണ്ട് പോയി സ്പ്രെഡ് ചെയ്തിട്ട് വന്നിൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അനുമോൾ പറയാനായിട്ട് നിൽക്കുന്നെങ്കിലും പറയുന്നില്ല, കരയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറഞ്ഞിട്ടുണ്ട് ടിഷ്യൂ വേണമെന്ന് ചോദിക്കുന്നുണ്ട് ആര്യനെ. അനുമോൾ പറയുന്നുണ്ട് വേറെ ആരെങ്കിലും വന്ന് പറയൂ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അനുമോൾ നേരെ ടോയ്ലറ്റിലേക്ക് പോവുകയാണ് കരഞ്ഞുകൊണ്ട്. അപ്പോൾ തൊട്ട് പുറകെ ആദില ഇത് കണ്ടിട്ട് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ആദില പറയാനായിട്ട് എഴുന്നേറ്റ് വരുന്നുണ്ട്. ആ സമയത്തുള്ള നൂറയുടെ ഒരു റിയാക്ഷനാണ് കാണേണ്ടത്. നൂറ അനുമോൾ കരയുന്ന സമയത്ത് കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ചിരിച്ചിട്ട് ആ മുടി സൈഡിലോട്ട് ചരിച്ചിട്ടാണ് ചിരിക്കുന്നത്. എന്നിട്ട് ചിരി ആരും കാണാതിരിക്കാൻ വേണ്ടി മുടി ഇങ്ങനെ കൈ കൊണ്ട് ഒതുക്കുന്നതായിട്ട് ഭാവിച്ചിട്ട് പിന്നെ നേരെ ഇരിക്കുന്നുണ്ട്. എന്നാലും ആ ചിരിയും കളിയാക്കലും നമുക്ക് മുഖത്തുനിന്ന് കാണാം. അനുമോൾ നേരെ ടോയ്ലറ്റിലേക്ക് പോവുകയാണ്. അനുമോൾ അവിടെ ചെന്നിട്ട് കരയുന്നുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്കിനിടയിൽ എന്തെങ്കിലുമൊക്കെ പറയും വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നെങ്കിലും ആദിലയ്ക്കും നൂറയ്ക്കും നെവിനും ഒക്കെ ഉള്ള അത്ര വൈരാഗ്യമൊന്നും ആര്യന് അനുമോളോട് ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കാരണം അനുമോൾ കരഞ്ഞുകൊണ്ട് ആ ടോയ്ലറ്റിലേക്ക് കയറി വന്ന സമയം മുതൽ ആര്യൻ അപ്പം തന്നെ അനുമോളുടെ പിറകെ ടോയ്ലറ്റിലേക്ക് വരികയാണ്. അനു നീ ഓക്കെ ആവും, എനിക്കറിയാം, എനിക്ക് മനസ്സിലാവും, നിനക്ക് ഫോൺ കിട്ടിക്കഴിയുമ്പോൾ നീ ഫാമിലിയെ വിളിക്കുമ്പം നിനക്ക് സഹിക്കാൻ പറ്റാത്ത സങ്കടം വരുമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുമെന്ന് ആര്യം വന്നിട്ട് അനുമോളോട് പറയുന്നുണ്ട്. നീ കണ്ണ് തുടയ്ക്കെന്ന് പറഞ്ഞിട്ട് ടിഷ്യൂ എടുത്ത് കൊടുത്തിട്ട് അനുമോളുടെ ഒപ്പം നിൽക്കുന്നുണ്ട് ആര്യൻ ആ കാണിച്ച അതിൻ്റെ ഒരു 50% പോലും ഇത്രയും ദിവസം കൊണ്ട് കൂടെ നടന്ന ആ നൂറയ്ക്ക് തോന്നിയില്ലല്ലോ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. കളിയാക്കാനായിട്ടാണെങ്കിലും നെവിൻ എണ്ണീച്ചിട്ട് ടോയ്ലറ്റിലോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഒരു ഫോൺ ടാസ്ക് കൊടുത്തപ്പോൾ ഇവൾ എന്തിനാണ് ഈ മോങ്ങുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവൻ തമാശയ്ക്ക് പറയുന്നെങ്കിലും വന്നിട്ട് അവിടെ എന്താണ് സംഭവം എന്ന് തിരക്കാനായിട്ടെങ്കിലും അവിടേക്ക് വന്നല്ലോ നെവിന്. പക്ഷേ ഈ നൂറെന്ന് പറയുന്ന ഈ പെണ്ണ് വെറൊരു വൃത്തികെട്ട സ്വഭാവമല്ലേ കാണിച്ചത്. അന്മോൾ കരഞ്ഞുകൊണ്ട് പോകുന്ന കണ്ടുകൊണ്ട് ചിരിക്കുകയാണ് അവിടെ ഇരുന്നിട്ട്. മറ്റാർക്കും ആ ഒരു റിയാക്ഷൻ അവിടെ കണ്ടില്ല. പിന്നെ ആര്യൻ അനുമോളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അനുമോൾ ആര്യനോട് ചോദിക്കുന്നുണ്ട് ഓക്കെ ആണോ എന്ന് നോക്കിയ മുഖത്ത്. അപ്പോൾ കരഞ്ഞിട്ട് ഐലൈനറൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ആയോ എന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. അപ്പം ആര്യൻ പറയുന്നുണ്ട് ഇല്ല, എല്ലാം ഓക്കെയാണ്, നീ വിഷമിക്കേണ്ട, നീ എന്നിട്ടങ്ങ് പറഞ്ഞാൽ മതി. അമ്മേ ഫോൺ വരുമ്പോൾ നീ എന്താ ചെയ്യേണ്ടത്? അമ്മേ ഞാൻ റണ്ണറപ്പാണ്, ആര്യനാണ് കപ്പടിച്ചിരിക്കുന്നത്. അത് പറയുമ്പോൾ അനുമോൾ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അത് നിൻ്റെ ഹാപ്പിനെസ് അല്ലേ, നിൻ്റെ സന്തോഷമല്ലേ, നീ അത് അങ്ങ് പറഞ്ഞാൽ മതി ആക്ടിവിറ്റിയിൽ, വേറെ എന്താ പറയാനുള്ളത്, വേറെ ഒന്നുമില്ല. അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് സന്തോഷം ആവത്തേ ഉള്ളൂ. ആരെയും കപ്പടിച്ചില്ലേ, വെരി ഗുഡ് മോനെ, വെരി ഗുഡ് എന്ന് അമ്മ പറയത്തുള്ളൂ. എനിക്കറിയാം അമ്മ അങ്ങനെ പറയും.